ഉണ്ണിമുകുന്ദൻ നായകനായെത്തി ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു മാർക്കോ. ഇതിൻ്റെ ടീസർ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അണിയർ പ്രവർത്തകർ ഒരു കോൺടെസ്റ്റ് വെച്ചു, ടീസർ റീക്രിയേഷൻ. ശരിക്കും അത് ഞങ്ങൾക്കൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇതുവരെ ഞങ്ങളൊരു റീക്രിയേഷൻ ചെയ്തിട്ടില്ല. റീമേക്കും റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു റീക്രിയേഷൻ ചെയ്തിട്ടില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുത്തു. മാർക്കോയുടെ ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ റീക്രിയേഷനാണ് ഇത്. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? സാറിന് ഓർപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാണ്? The risk is on us. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആസ് എ ക്യാമറമാൻ എനിക്കിത് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ലൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ. ഇതൊരു ആർട്ട് പരമായിട്ട് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമക്കകത്ത്. എന്നാൽ ആർട്ട് അത്രത്തോളം ഞങ്ങൾക്ക് പോസിബിൾ അല്ല. അത് VFXലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഞാൻ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഈ സബ്ജക്റ്റിലോട്ട് വരുന്ന ലൈറ്റിംഗ് ആയിരുന്നു. ഈ സബ്ജക്റ്റിലൂടെ ഏതൊക്കെ രീതിയിൽ ലൈറ്റിംഗ് വരുന്നുണ്ട്. അത് ഈ മെയിൻലി ഈ ഒരു വീഡിയോ ഒക്കെ ടോട്ടലി പോയിട്ടുള്ളത് സിംഗിൾ ലൈറ്റ്, അത് കീ ലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന രീതിയിലാണ് ഒരുപാട് വിഷ്വൽ ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതിനകത്ത് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിനകത്തൊക്കെ ഞങ്ങളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അതായത് VFX ആയിരുന്നു പിന്നീട് ചെയ്തത്. ആ ഒരു പള്ളി, ആ ഒരു ചർച്ചിനകത്തേക്ക് കയറി പോകുന്നൊരു ഷോട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ. അതിൻ്റെ റീക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു ലൈറ്റ് കറക്റ്റ് ആക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മാർക്കോയിൽ ആ സബ്ജക്റ്റിലോട്ട് എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്, ആ ലൈറ്റ് ഞങ്ങൾ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പള്ളി അവിടെ കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ ഒരുപാട് ഷോട്ടുകൾ ഇതിനകത്തുണ്ട്. അതായത് വിഷ്വലി VFX ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. VFX ഞങ്ങൾ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ഞങ്ങളിതെടുത്ത് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഇങ്ങനെ കോൺടെസ്റ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ, അതെങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത വർക്കുകൾ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളിത് ചെയ്തത്. അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അതായത് ഞങ്ങളുടെ ചുറ്റുപാടുള്ള സുഹൃത്തുക്കളിനായിരുന്നു ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഉണ്ണിമുകുന്ദനൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് അഭിനയത്തിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊന്നും അല്ലായിരുന്നു. ബട്ട് ഇതിനകത്ത് കൂടുതൽ അഭിനയിച്ച് പൊലിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇല്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് കൂടുതൽ റിസ്ക് എടുത്തത്. അവൻ ചെവി അടിച്ച് നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ, അതൊക്കെ ആ ഉണ്ണിമുകുന്ദനെ കൊണ്ട് തന്നെ കൈയുള്ളൂ ഞങ്ങൾക്ക് ആ നിമിഷം ഞങ്ങൾക്ക് തോന്നി. ആ ഒരു പോർഷനിലൊക്കെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ഉയർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത ടൈം എന്ന് പറയുന്നത് ഒരു 8 days ആണ്. ആ 8 days ഫുൾ ഡേ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഒരു ഈവനിങ് ടൈമിൽ, അതായത് 3 to above, അതായത് 3 PM above, അതിന് മുകളിലുള്ള ടൈമുകളിലാണ് ഞങ്ങൾ കൂടുതലും ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫയർ വരുന്ന സീനുകൾ ഇതിനകത്ത് ഒരുപാടുണ്ടായിരുന്നു. അത് ഞങ്ങളൊരു ഹോളിനകത്തായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. കുറച്ച് ചട്ടക്കടലാസുകളൊക്കെ കത്തിക്കുകയായിരുന്നു. അത് ഫുള്ളി ഫയർ ചെയ്യല്ല, ഈ സബ്ജക്റ്റിൻ്റെ നേരെ ബാക്കിൽ വരുന്നത് റിയൽ ഫയറും ബാക്കി സൈഡിൽ വരുന്നതൊക്കെ ഞങ്ങൾ VFX ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഹാൾ അടച്ചിട്ടിട്ടാണ് ഞങ്ങൾ ഫയർ ചെയ്തത്. ആ സമയത്ത് ഇതിൻ്റെ ഫോഗൊക്കെ നല്ല സ്മെല്ല് ചെയ്തിട്ട് തല കറങ്ങുന്ന അവസ്ഥയിലോട്ടൊക്കെ ആയി. ഞങ്ങളൊരു അബദ്ധം കാണിച്ച്, കാരണം ഇത് കത്തിക്കുന്നത് കംപ്ലീറ്റ് ഡീസൽ ഒഴിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് കത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഗ് വന്നിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അതിനകത്ത് നിന്ന് ഓടി. കാരണം അത്ര ഒരു ബുദ്ധിമുട്ടിയൊരു സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചായിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതുപോലെ ഇതിൽ വില്ലൻ ഇങ്ങനെ വാക്ക് ചെയ്ത് വരുന്നൊരു ടൈമുണ്ട്. ആ വാക്ക് ചെയ്ത് വരുന്ന സമയത്ത് 2 സൈഡിൽ ഒരു RGB ലൈറ്റ് ഞങ്ങൾ പിടിക്കുമായിരുന്നു. കാരണം ഒരുപാട് വിഷ്വലിൽ ഞങ്ങൾ വെച്ച ലൈറ്റ് ഞങ്ങൾ ഒരുപാട് വിഷ്വൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇറേസ് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിലോട്ടുള്ള ലൈറ്റ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ബാക്കി ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എഡിറ്റർ ഷാമിലാണ് ഇത് വൃത്തിക്ക് ചെയ്തത്. ഷാമിൽ ഇത് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് അവനും തന്നെ അത്യാവശ്യം വിയർത്തിട്ടുണ്ട്, നോ ഡൗട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ
എടുത്തിട്ടുണ്ട്. കാരണം ഇത് ടോട്ടലി അവർ VFXൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ VFX ഇതിൽ കൂടുതൽ ആർട്ട്പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ VFX ചെയ്ത് കൊണ്ടുവരുമായിരുന്നു ചെയ്തിരുന്നത്. അത് ഈ വിഷ്വലിന് കുറച്ച് ബ്യൂട്ടി ഉണ്ടായി. കാരണം ഞങ്ങൾ കുറച്ച് സ്റ്റാറ്റിക് ഫ്രെയിമാണ് കൂടുതലും വെച്ചിരുന്നത്. ഈ ഫൈറ്റ് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരു സ്റ്റാറ്റിക് ഫ്രെയിം, വാക്കിംഗ് ഒന്നല്ലാത്ത സമയങ്ങളൊക്കെ കൂടുതൽ സ്റ്റാറ്റിക് ഫ്രെയിം ആയിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ എറേസ് ചെയ്യാനും ഇതിനൊക്കെ ഈസി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ റീക്രിയേഷൻ പുറത്തിറക്കി. ബെസ്റ്റ് ടീസർ, ബെസ്റ്റ് പ്രൊഡ്യൂസർ, ബെസ്റ്റ് ഡയറക്ഷൻ, അങ്ങനെ ഈ 3 അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടി. ഞാനിത് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ FX3 ആയിരുന്നു. ലെൻസുകൾ G Master 24 50mm, ബാറ്റിസിൻ്റെ 85, സോണിയുടെ 35 ആ ലെൻസുകളൊക്കെ ആയിരുന്നു. 90mm ഒരു ഷോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സിഗാർ വലിച്ച് അതിൻ്റെ ഒരു ക്ലോസിനൊക്കെ 90mm ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഒരു മാക്രോ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 90mm ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഞങ്ങളിത് ചെയ്തത് ഈ ടീസർ പുറത്തിറങ്ങിയതിന് ശേഷം ഓരോ ഷോട്ടും സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ച് ആ ഒരു ഷോട്ടിൽ എങ്ങനെയൊക്കെയാണ് ലൈറ്റ് വരുന്നതെന്ന് ശരിക്കും നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ ഓരോ ഷോട്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതെനിക്ക് ഇത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഷാമിലിനായിരുന്നു അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു ടീസറിൽ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു പോർഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വളരെ സിമ്പിളായിട്ടായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. കാരണം ഇതിനകത്ത് വരുന്ന ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാം വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ആയിരുന്നു ഞങ്ങളും ചെയ്തിരുന്നത്. മേ ബി സിനിമക്കകത്ത് വലിയൊരു ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം ചെയ്തിരിക്കുന്നത്. ബട്ട് അതിൻ്റെ ലൊക്കേഷൻ, ആ സിനിമ ടോട്ടലി കണ്ടപ്പോൾ അത് ഗംഭീര പടമാണ്. അതേ ആ ഒരു മൂഡ് ടോട്ടലി കൊണ്ടുവരാനും ഞങ്ങൾക്ക് എന്തായാലും സാധിക്കില്ല. പക്ഷേ ഈ ടീസറിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള വിഷ്വലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വിഷ്വലുകളാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി, നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.